വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ട് പൊരിച്ച കായ്പോളയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 3 പഴവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മൂന്ന് പഴവും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 100 ഗ്രാം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിൽമയുടെ ഗീ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അധികം ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കൈപ്പോളക്ക്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാൽഡ ആണ്. ഈ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. നമ്മുടെ അണ്ടിയും മുന്തിരിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കണം. അപ്പം ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടാണ് ആദ്യം പൊരിച്ചെടുക്കുന്നത്. 2 ട്രിപ്പായിട്ടാണ് ഒന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാ കൈപ്പോളിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഒരു കൈപ്പോള ഉണ്ടാക്കുകയാണെങ്കിൽ. സാധാ കൈപ്പോള തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ ഒന്ന് പൊരിച്ചിങ്ങാഞ്ഞ് നമുക്ക് കൈപ്പോള ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ പഴം ഒന്ന് പൊരിച്ചെടുക്കണം. ഈ ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കട്ടോ. അപ്പോൾ നമ്മളിവിടെ പഴം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 ചെറിയ പഴത്തിന് 4 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചത് ഒരു ബൗളിലേക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൊരിച്ചെടുത്തിട്ടുള്ള പഴം ഈ ഒരു കോഴിമുട്ട മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോളയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കായ്പോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ഇതേപോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 2 സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 kg ഗീ ആണ്. ഈ ഒരു ഗീ ആകുമ്പം കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനത്തെ നെയ്യൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ 2 സ്പൂണ് ഗീ ചേർത്ത് കൊടുത്ത് നമ്മുടെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണ് വെച്ച് ഇതൊന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ പൊന്തി കിടക്കുന്നതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്ത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഗ്യാസിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു പഴയ പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കി അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അണ്ടിയും മുന്തിരിയും ഒന്നും താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ സ്പൂണ് വെച്ച് മെല്ലൊന്ന് നോക്കി, എന്നപ്പോൾ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊരിച്ച കായ്പോള റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഇഫ്താർ സ്നാക്സാണ്. വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. സാധാ കായ്പോളിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റും കൂടുതലാണ് ഈ ഒരു പൊരിച്ച കായ്പോളക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.